ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു കോടതി. തിരുവനന്തപുരം CGM കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, പുതിയൊരാളെ സംശയിക്കുന്നു എന്ന് ജസ്നയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പ്രവീൺ പുരുഷോത്തമനോട് പറഞ്ഞിരുന്നു. ആ രീതിയിലാണോ അന്വേഷണം പുരോഗമിക്കുക? നികേഷ്, ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ തിരുവനന്തപുരം CGM കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്തണമെന്നുള്ള പിതാവിന്റെ ഹർജി കോടതി അംഗീകരിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ CBI അന്വേഷിച്ചപ്പോൾ CBI കോടതി അറിയിച്ചത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ല. അതുകൊണ്ട് കേസന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം CGM കോടതിയിൽ CBI ക്ലോഷർ ഹർജി നൽകിയിരുന്നത്. പക്ഷേ അതിനെതിർത്തുകൊണ്ടാണ് പിതാവ് കോടതിയിലേക്ക് പോയത്. പിതാവ് ഉന്നയിച്ച വാദം CBIയുടെ അന്വേഷണം പല തലങ്ങളിലേക്കും എത്തിയില്ല, പല മേഖലകളിലേക്കും ആ അന്വേഷണം ഇനിയും എത്തേണ്ടതുണ്ടായിരുന്നു. CBIക്ക് മിസ് ചെയ്ത ആ മേഖലകളിലേക്ക് താൻ സമാന്തരമായ ഒരു അന്വേഷണം നടത്തി അതിൽ പുതിയ ചില കണ്ടെത്തലുകളും തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ജസ്നയുടെ പിതാവ് ജെയിംസ് കോടതി അറിയിച്ചത്. അതിൽ പ്രധാനമായും ജെയിംസ് പറഞ്ഞത് ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ജസ്നയുടെ CBI സംഘം അന്വേഷിച്ച ചോദ്യം ചെയ്ത ആൺ സുഹൃത്തല്ല, അതിനപ്പുറത്തേക്ക് ഒരു അജ്ഞാത സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അറിയാമെന്നുള്ളതായിരുന്നു കോടതിയിൽ പിതാവ് ചൂണ്ടിക്കാണിച്ചത്. എന്ന് മാത്രമല്ല, ആ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാമെന്നും പിതാവ് കോടതി അറിയിച്ചിരുന്നു. മറ്റൊന്ന്, എല്ലാ വ്യാഴാഴ്ചകളിലെയും ജസ്ന ഒരു രഹസ്യമായ ഒരു ആരാധനാ കേന്ദ്രത്തിൽ പോകുമായിരുന്നു, ഒരു ആരാധനാലയത്തിൽ പോകുമായിരുന്നു. ജസ്നയെ കാണാതാകുന്നതും ഒരു വ്യാഴാഴ്ച ദിവസമാണ്. ഈ ആരാധനാലയത്തിൽ പോയതിന് പിന്നാലെയായിരിക്കണം ജസ്നയെ കാണാതായത്. ആ ആരാധനാലയം താൻ കണ്ടെത്തി എന്നതടക്കമുള്ള അവകാശവാദങ്ങളായിരുന്നു സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് കോടതിയിൽ ജസ്നയുടെ പിതാവ് പറഞ്ഞത്. ആ കണ്ടെത്തിയ തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജെയിംസ് ആ തെളിവുകൾ സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, CBIയുടെ കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ കേസ് ഡയറിയും അതുപോലെ പിതാവ് സമർപ്പിച്ച പുതിയ തെളിവുകളും വിശകലനം ചെയ്തതിനു ശേഷമാണ് വിഷയത്തിൽ തുടരന്വേഷണം നടത്താം എന്നൊരു നിലയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് ഒരു പക്ഷേ CBI അന്വേഷിച്ചപ്പോൾ കണ്ടെത്താത്തതോ അവർ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ അവർ മിസ് ചെയ്ത ചില ഇടങ്ങളിലേക്ക് ജസ്നയുടെ പിതാവിൻ്റെ സമാന്തര അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീഡുകൾ കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാകണം കോടതി ആ തെളിവുകൾ മുൻനിർത്തി തുടരന്വേഷണം നടത്താൻ CBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ CBIയുടെ ഹർജിക്കെതിരെ കോടതിയെ സമീപിച്ചപ്പോൾ, ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചപ്പോൾ CBI പറഞ്ഞത് ജസ്നയുടെ പിതാവ് പറയുന്ന വാദങ്ങൾ ശരിയല്ല, ജസ്നയുടെ പിതാവിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം മൊഴി നൽകാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് എന്ന് മാത്രമല്ല, ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ മുൻനിർത്തി ഒരു തുടരന്വേഷണത്തിന് സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു നേരത്തെ കോടതിയിൽ CBI നിലപാട് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് കേസ് പരിഗണിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ നൽകുകയാണെങ്കിൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് കോടതിയിൽ CBI നിലപാട് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസ് ഡയറിയും ഒപ്പം ജസ്നയുടെ പിതാവ് സമർപ്പിച്ച സമാന്തര അന്വേഷണത്തിലെ കണ്ടെത്തലുകളും കോടതി വിശകലനം ചെയ്ത് വിലയിരുത്തിയതിനു ശേഷം തുടരന്വേഷണം എന്നൊരു നിലയിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി കണ്ടെത്തേണ്ടത് ആരാണ് ആ അജ്ഞാത സുഹൃത്ത് എന്നുള്ളതാണ്. ജസ്നയുടെ പിതാവ് പറയുന്നത് പോലെ ആ ഒരു അജ്ഞാത സുഹൃത്തുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അയാൾക്ക് ജസ്നയുടെ തിരോധാനത്തിൽ എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ CBIയുടെ ഈ തുടരന്വേഷണത്തിൽ പുറത്തു വരുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. മറ്റൊന്ന്, എല്ലാ വ്യാഴാഴ്ചകളിലും ജസ്ന രഹസ്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു ആരാധനാലയം, ഒരു പ്രാർത്ഥനാ കേന്ദ്രം, അതെവിടെയാണ്, ആ പ്രാർത്ഥനാ കേന്ദ്രവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതും ഈ തിരോധാനവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിന് ഉത്തരം കിട്ടണം. അതിനേക്കാളേറെ ജസ്നയ്ക്ക് എന്തു സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും കേരളം കാത്തിരിക്കുകയാണ്. ജസ്നയുടെ പിതാവ് ഈ കേസ് പരിഗണിച്ച ആദ്യഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞത് ജസ്ന ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ താനുമായി ബന്ധപ്പെട്ടേനെ, സമൂഹ മാധ്യമങ്ങളിലെങ്കിലും താനുമായി ബന്ധപ്പെട്ടേനെ. അതുകൊണ്ട് ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നൊരു കണ്ടെത്തലിലേക്ക് കൂടിയും പിതാവ് എത്തുകയും അത് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CBI സംഘം പറഞ്ഞത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതിന് തെളിവില്ല, മരിച്ചോ അതിനും തെളിവില്ല, എന്ത് സംഭവിച്ചു എന്നതിന് ഒരു വ്യക്തതയുമില്ല എന്നുള്ളതായിരുന്നു കോടതിയിൽ CBI സംഘം അറിയിച്ചിരുന്നത്. ഏതായാലും ഈ തുടരന്വേഷണത്തിൽ CBIക്ക് മറ്റു പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെ നടത്താനാകും, ഈ കേസ് പാതിവഴിയിൽ അവസാനിപ്പിച്ച CBIക്ക് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമോ, അങ്ങനെ സഞ്ചരിക്കുന്നതിന് ജസ്നയുടെ പിതാവ് സമർപ്പിച്ച പുതിയ തെളിവുകൾ, രേഖകൾ എത്രത്തോളം സഹായകമാകുമെന്നത് അടക്കമുള്ള സുപ്രധാനമായ കാര്യങ്ങളാണ് ഇനി ഉത്തരം കാത്തിരിക്കുന്നത്. ഏതായിരുന്നാലും CBIക്ക് ഈ വിഷയത്തിൽ തുടരന്വേഷണത്തിന് തിരുവനന്തപുരം CGM കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ CBI തുടരന്വേഷണ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നികേഷ് മനസ്സിലാക്കാനാകുന്നത്. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.